ഹലോ ഗൈസ്, നമ്മളങ്ങനെ വീണ്ടും ഇന്ത്യൻ ബൈക്ക് 3 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ചീക്കോട് പറഞ്ഞാൽ അത് ഞാൻ അടിക്കുവാണെന്ന്. എനിക്കുള്ള എന്താണെന്ന് പരിപാടിയില്ല, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചീക്കോഡ്സൊക്കെ പരിചയപ്പെടുത്തി തരാനുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് ഒരു ബ്രോ കമൻറ്റ് ചെയ്തായിരുന്നു, ആൻമി വാക്കർ എന്ന. എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രാഗൻ്റെ ചീറ്റ് കോഡ് അടിക്കാനാണ്. അപ്പോൾ നമ്മൾ ഡ്രാഗൻ്റെ ചീറ്റ് കോഡ് അടിക്കാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചീറ്റ് കോഡൊക്കെ അടിച്ചത് ഗൈസ് ഡ്രാഗനൊക്കെ വന്നിട്ടുണ്ട്. ഡ്രാഗൻ്റെ കൊണ്ടേ കയറാൻ പറ്റും. ഇങ്ങനെ ഇത് പറത്തുന്നതിന് മനസ്സിലാവുന്നില്ല ഗൈസ്. ഇങ്ങനെ കിട്ടി പറന്ന് കൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ നേരെ ഈ ഇതിൻ്റെ മണ്ടയിലോട്ട് കയറാൻ, ഈ ബിൽഡിങ്ങിൻ്റെ മണ്ടയിലോട്ട് ഇവിടെ നമ്മളെ പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അയ്യോ ഗൈസ്, നമ്മളൊന്ന് കേട്ടിട്ടുണ്ട് ചെറുതായിട്ട്. കുഴപ്പമില്ല, നമുക്ക് ഒന്നും പറ്റിയിട്ടില്ല. ചെറുതായിട്ടൊന്ന് ഹെൽത്ത് പോയതേ ഉള്ളൂ. നമുക്കൊന്ന് വീഡിയോയിലേക്ക് ആരോ വണ്ടി ചെയ്യുന്നു ഗൈസ്. ഫസ്റ്റ് തന്നെ നമ്മൾ അടിക്കാൻ പോകുന്നത് 1000 ഗൈസ്. പരസ്യം 1000 വെച്ചപ്പോൾ ഫോർച്യൂണർ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ അടുത്ത ഇതൊന്ന് നശിപ്പിച്ചാണ് ഗൈസ്. ഇനി നമുക്ക് സ്ഥലം കിട്ടത്തില്ല ഗൈസ്. തോക്ക് വെച്ചാൽ വേടി വയ്ക്കാം. ഇത് താങ്ങുന്നില്ല. എന്നാലും അത് ആദ്യം ഗൈസ് കൊണ്ടിരിക്കുന്നു. ഞാൻ ആരും ഒന്നും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. എത്ര വീട്ടിൽ താങ്ങുന്നില്ല ഗൈസ്. എന്ത് കഷ്ടമാണെന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചീറ്റ് കോഡ് അടിക്കുക. അതൊക്കെ വിട്ടുകളാം. നമ്മൾ 1001 അടിക്കുന്നത്. 1001 അടിച്ച ഫോർച്യൂണർ ലെജൻഡറാണ് നമ്മൾ അടിക്കുന്നത്. നമ്മളിനി അടുത്തതായിട്ട് അടിക്കാൻ പോകുന്ന ചീറ്റ് കോഡാണ് 100 അടിച്ചാൽ നമുക്ക് ഡ്രാഗൻ്റെ പോലീസ് കാറാണ് നമ്മൾ സാധാ പോലീസ് കാർ. ഇനി നമ്മൾ 101 അടിക്കുന്നത്. 101 കൂടെ അടിക്കാൻ പൈസ. അപ്പോൾ ഇനി നമ്മൾ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒന്നുകൂടെ 101 അടിച്ചപ്പം വേറൊരു പോലീസ് കാറാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ അടിക്കാൻ പോകുന്നത് 2000 ആണ്. 2000 അടിച്ചാൽ നമ്മൾ റോൾസ് റോയ്സ് ആണ് എത്തുന്നത്. അതായിട്ട് ലക്ഷ. ഓക്കെ, അടുത്ത് നമ്മൾ അടിക്കുന്നത് 4-3 ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു ലംബോർഗിനി കിട്ടും. ഇനി അടുത്തും ഞാൻ അടിക്കാൻ പോകുന്നത് നമ്മളെ 8000 ആണ് ഗൈസ്. 8000 അടിച്ചാൽ ഹെലികോപ്റ്റർ വരും. ഇനി അടുത്തത് ഞാൻ അടിക്കാൻ പോകുന്നത് ചീറ്റ് കോഡാണ്. നിങ്ങൾ കണ്ടോളൂ ഗൈസ്. 3000 ആണ് അടിക്കുന്നത്. 3000 അടിച്ചാൽ നമ്മളെ കവാസക്കി നിഞ്ച വരും. നിഞ്ച എക്സ്റ്റുവർ. ഓക്കെ, അടുത്തത് 400 അടിച്ചാൽ വേറൊരു കവാസക്കിയുടെ ഒരു വണ്ടിയും വരുന്നുണ്ട്. നമുക്ക് ഇനി അടുത്ത് അറിയാൻ പോകുന്നത് ഞാൻ 500 ആണ്. 5000 ആണ് ഗൈസ് അടിക്കുന്നത്. അപ്പോൾ പൾസറിൻ്റെ ബൈക്ക്. പിന്നെ അടുത്ത് ഞാൻ അടിക്കാൻ പോകുന്ന ചീറ്റ് കോഡ് 35 ആണ്. അതായത് പ്ലെയിൻ വരും. ഒരു എയറോപ്ലെയിനാണ് വന്നിരിക്കുന്നത്. ഇതുവരെയുള്ള ഇത്ര അടിച്ചിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഞാൻ കിടക്കുന്നത് ഗൈസ്. ഓക്കെ, അടുത്തത് ഞാൻ ഇനി അടിക്കാൻ പോകുന്നത് 200 ആണ് അടിക്കാൻ പോകുന്നത്. നമ്മൾ 200 അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കുതിര വരും ഗൈസ്. കുതിര നമ്മൾ അടിക്കുമ്പോൾ കുതിരയാണ് വരുന്നത്. കുതിരയുടെ വണ്ടിയൊക്കെ സഞ്ചരിക്കാനൊക്കെ പറയും. കുതിര സഞ്ചാരം എന്നൊക്കെ പറയും ഗൈസ്. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ചാടയൊക്കെ ചെയ്യും കുതിര അറിയില്ല. നമ്മളങ്ങനെ കുതിരയുടെ മണ്ടയിൽ നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്തത് നമുക്ക് അടിയാൻ പോകുന്ന ചീറ്റ് കോഡ് നിങ്ങൾ കണ്ടോളൂ. നമ്മൾ ഫോൺ എടുത്തു. ഇനി അടുത്ത് അത് നമുക്ക് 7000 അടിച്ചു കൊടുത്താൽ ഒരു ഹയാബൂസ അങ്ങനെ ഒരു ബൈക്ക് വരും. ഇനി അടുത്ത് നമുക്ക് അടിക്കേണ്ടത് സീൻ്റെ ഉണ്ടോ ഹാങ് ആയി പോയി ചെറുതായിട്ട്. അടുത്ത് നമുക്ക് 8121 അടിച്ചാൽ ഒരു മസ്താങ് വരും. മസ്താങ് വന്നിട്ടുണ്ട്. നമുക്ക്
ഇനി നമുക്ക് അടിക്കേണ്ടത് 8012 അടിച്ചാൽ നമുക്കൊരു ബുഗാട്ടിയുടെ പുതിയ ടർബിലൻ ആ വണ്ടി വരും. ഇനി നമ്മൾ ഇനി അടിക്കേണ്ട പോകുന്നത് 9129 അടിച്ചാൽ നമുക്ക് ഇൻഫിനിറ്റി ഹെൽത്ത് കിട്ടും. അതായത് ഒരിക്കലും ചാവത്തില്ല ഗൈസ്. അതുപോലെ വെടിയുന്നാലൊക്കെ ചാവുന്നല്ലേ, മണ്ടയൊന്നും വീണാൽ ചാവത്തി, ഹെൽത്ത് കുറയത്തോലും ഇല്ല. അപ്പോൾ നിങ്ങൾ ഹെൽത്ത് ഒക്കെ ഇത്ര ഹെൽത്ത് ഉണ്ട്, അതിൽ നിന്ന് കുറയുന്നതാണ് നിങ്ങൾ ഗൈസ്. നമ്മളടുത്ത് ചാടിയിട്ടുണ്ട്, അങ്ങനെ തലയൊക്കെ പൊട്ടി ചോര വരുന്നു. നമ്മളൊന്ന് അതൊന്നും കാര്യമാക്കുന്നതുമില്ല. ഇനി അടുത്തത് നമുക്കൊരു ഹെലികോപ്റ്റർ എടുത്ത് മണ്ടയിലിട്ട് കയറണം. നമുക്ക് ഹെലികോപ്റ്റർ 8000 അടിച്ചൊരു ഹെലികോപ്റ്റർ അങ്ങ് സ്പോൺ ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള എല്ലാം മണ്ടയിൽ ചെന്നിട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ കൺട്രോൾ കിട്ടുന്നില്ല. എങ്ങനെയൊക്കെയാണ് ഓട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താവോ ആർക്കറിയാം. ഇത് പോകുന്നില്ലെന്ന് ഇത് ഇപ്പം നിങ്ങളിപ്പം അയ്യോ ഞാനെടുത്ത് ചാടി കൊടുത്തു ഗൈസ്. ഇത് നമുക്കൊന്നും പറ്റത്തില്ലല്ലോ. അയ്യോ എൻ്റെ ബുഗാട്ടിയുടെ മണ്ടയ്ക്കെന്നാണ് ഗൈസ് ഞാൻ വീണത്. കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത് വണ്ടിക്ക്. അയ്യോ ഡോളളയെന്ന് കുഴപ്പമുണ്ട് ഗൈസ്. ഇനി അടുത്തത് എന്തോ ചിക്കോൾ അടിക്കുന്നത്. അങ്ങനെ ഫോൺ എടുത്തിട്ട് അയ്യോ ഈ ഹെലികോപ്റ്റർ ഇവിടെ ഒന്ന് ലാൻഡായ അടുത്ത ചിക്കോൾ നമ്മൾ അടിക്കാൻ പോകുന്നത് 2 സോറി തെറ്റിപ്പോയി ഗൈസ്, കൈ തട്ടിപ്പോയതാണ്. 2 അടിക്കാൻ പോയത് ആക്ച്വലി 200 അയ്യോ 200 അടിച്ചില്ലേ ഞാൻ, മറന്നു ഗൈസ്. കുതിരയാണ് 200 അടിച്ചത്. ആക്ച്വലി ഞാൻ അടിക്കാനുള്ളത് 600 ഗൈസ്. 600 അടിച്ചാൽ നമുക്കൊരു പട്ടിയെ കിട്ടും. പട്ടിയുടെ കൊണ്ട് സഞ്ചരിക്കാനൊക്കെ പറ്റും ഗൈസ്. അതാണ് ഇതിൽ അഡ്വാൻസ് ആണ് ഈ സംഭവം. കൊള്ളാം ഗൈസ്, ഇങ്ങനെയൊന്നും ഓട്ടിച്ച് നോക്കട്ടെ. പട്ടിക്ക് അത്ര സ്പീഡൊന്നും ഇല്ല ഗൈസ്, ഓടുന്നില്ല. അതാ പുറകോട്ടൊക്കെ പോകും. ഇനി സ്ലോ മോഷൻ കളിയൊക്കെ നിർത്തുന്നു. ഇയാളാണെങ്കിൽ സ്ലോ മോഷൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതാണ്, അടുത്ത ഇനി എന്തടിക്കുമെന്നാണ് ആലോചിക്കുന്നത്. നമുക്ക് നമുക്കൊരു 4-6 അടിച്ചു കൊടുത്താൽ പഴയ പൈസ വരാം. നമുക്കൊരു ജീവാഗൻ കിട്ടും. ജീവാഗൻ പൊളിയാണ്. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, അടുത്തത് നമ്മൾ RJ സ്റ്റോളിൽ നിന്നാണ് ഒരു വണ്ടി എടുക്കാൻ പോകുന്നത്. നിങ്ങൾ RJ സ്റ്റോളിലോട്ട് കാർ 10 എന്നൊന്ന് അടിച്ചു കൊടുത്താൽ മതി ഗൈസ്. ഒരു ലംബോർഗിനി ഉറൂസ് കിട്ടും. ലംബോർഗിനിയുടെ ഉറൂസ് ചെറിയ വണ്ടിയില്ലേ, എനിക്കിഷ്ടമാണ്. ഓക്കെ, അടുത്തത് നമ്മൾ RJ സ്റ്റോളിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഡ്രോൺ തെറ്റിപ്പോയി അങ്ങനെയില്ല. വേറൊരു ഇത് വണ്ടിയൊന്നുമില്ലല്ലേ, ഹാക്കാണ് ഇത്. ഇങ്ങനെ ഇപ്പോഴത്തെ രീതിയിലുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ RJ സ്റ്റോറിൽ പോയിട്ട് ഇതെന്താണ് ഇപ്പോൾ വരാത്തത് മനസ്സിലാകുന്നില്ല. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ചെയ്യാം. നമ്മൾ ഇനി ഫോൺ എടുത്തിട്ട് തൽക്കാലം നമുക്കത് 800 അടിച്ചോട്ടെ. ഇനി കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു പഴയ ബുഗാട്ടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളൊരു 700 അടിച്ചു കൊടുത്താൽ നമുക്കൊരു ലംബോർഗിനി കിട്ടുമെന്നാണ്. ഇനി അടുത്ത് നമ്മൾ അടിക്കാൻ പോകുന്നത് 900 അടിച്ചു കൊടുക്കുക. 900 അടിച്ചു കൊടുത്താൽ ഒരു കോണസെഗിൻ്റെ വണ്ടിയാണ് കിട്ടുന്നത്, കോണസെഗ്. ഇനി അടുത്തത് നമുക്ക് അടിക്കേണ്ടത് 500 ഗൈസ്. 500 അടിച്ചാൽ ഒരു ഔഡിയുടെ കാറ് കിട്ടും. ഇനി അടുത്തത് നമുക്ക് അടിക്കാൻ പോകുന്നതിന് ഗൈസ് നമ്മളിനി അടിക്കാൻ പോകുന്നത് 300 ഗൈസ്. 300 അടിച്ചാൽ ഒരു ടാർസൻ കാർ കിട്ടും ഗൈസ്. ഇനി അടുത്തത്
താഴോട്ട് പൊക്കം കണ്ട ഗൈസ്. ആദ്യത്തെ ഇച്ചിരി ഉള്ളു നീ ബിൽഡിങ്, പക്ഷെ ഭയങ്കര വലിയ ബിൽഡിങ്ങാണ് ഗൈസ്. താഴോട്ട് പോകുമ്പോൾ ചാടാൻ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളടുത്ത് എന്തോന്നാണ് ഓക്കെ, നമ്മൾ ഡ്രോൺ ഓൺ കൊടുത്തിട്ടു ഗൈസ്. RGS സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ഡ്രോൺ ഓണെന്ന് കൊടുത്താൽ അത് ഇങ്ങനെ ഒരു സംഭവം കിട്ടും ഗൈസ്. ഇപ്പോൾ എങ്ങനെയാണ് ഗൈസ് ബാക്ക് അടിക്കുന്നത് മനസ്സിലാക്കില്ല. ബാക്ക് അടിക്കുന്നത് ഇത് ഇങ്ങനെയാണ് ഗൈസ്, നമ്മൾ അറിയാൻ വയ്യ ഗൈസ്. ഓക്കെ, നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ഡ്രോൺ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത്രയുമാണ് ഗൈസ്. നഗരമൊക്കെ ചുറ്റി കാണാം. അപ്പം ഇത് ഓക്കെ മനസ്സിലാവുന്നില്ല ഗൈസ്. ഇത് എങ്ങനെ ബാക്ക് അടിക്കും ഗൈസ്, ഞാൻ എനിക്കൊന്നും അറിയാൻ വയ്യ. നമ്മൾ പ്ലെയിൻ അവിടെ താഴെ കിടക്കുന്നു ഗൈസ്. ഒന്ന് ക്രാഷായി പോയതാണെന്നാണ് തോന്നുന്നത്. ഇതിനി ബാക്ക് അടിക്കാൻ ഒന്നും അറിയാൻ വയ്യല്ല ഗൈസ്. എനിക്ക് മനസ്സിലായി ഗൈസ്. നിങ്ങൾ ഇവിടെ ഉള്ള ഈ FPS എന്ന ബട്ടൺ ഇങ്ങനെ ഞെക്കി കൊടുത്താൽ മതി ബാക്ക് അടിക്കണം. അപ്പം ഇനി ഞാൻ അടുത്തതൊന്ന് പ്രത്യേകിച്ചൊന്നും നമ്മളത് ഡ്രോൺ ഓണെന്ന് കൊടുത്താൽ വീണ്ടും അത് വരും. ഇങ്ങനെ അടിച്ചു കൊടുക്കണം. കണ്ട ഇങ്ങനെ ആക്കിയാൽ മതി. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നമ്മളെ യഥാർത്ഥത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കണക്കൊക്കെ ആവും കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു പുതിയ വീഡിയോയിലായിട്ട് കാണാം.